പ്രേക്ഷകരെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഫല തീയതി പ്രഖ്യാപിച്ചതോടെ വലിയ ആവേശത്തിലാണ് മുന്നണികൾ. പലയിടത്തും ആദ്യഘട്ട പ്രചരണത്തിലേക്കൊക്കെ നീങ്ങിക്കഴിഞ്ഞു. പല മുന്നണികളും അവസാനവട്ട ചർച്ചയും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാൻ പോവാൻ ഞാൻ ഇന്നുള്ളത് നമ്മുടെ സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ പോറിൽ ഹൈ വോൾട്ടേജ് മത്സരം നടക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ കരിക്കകം വാർഡിലാണ് ഞാൻ ഇന്നുള്ളത്. ഒരുപാട് ജനകീയ പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾക്ക് ഒരുപാട് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയാവുക എന്നതടക്കം നിരവധി കാര്യങ്ങൾ കഴക്കൂട്ട നിവാസികൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിലേക്ക് വരാം. നാട്ടിലെ വോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പൊ എന്തായാലും കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ മത്സരം നടക്കുന്നു. അതിലൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വനിതാ വാർഡാണ് എന്നുള്ളതാണ്. എന്റെ പുറകിൽ ഇങ്ങനെ വനിതകളുടെ ഒരു വലിയ നിര. പക്ഷെ പുരുഷന്മാരെ തള്ളുന്നില്ല കേട്ടോ. ഇവിടുത്തെ കൌൺസിലർ പുരുഷനാണ്. BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. പക്ഷെ ഇനി ആര് എന്ന ചോദ്യത്തിന് അത് BJP ആകുമോ, കോൺഗ്രസ് ആണോ, CPM ആണോ എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കരിക്കകമുള്ളത്. കരിക്കകത്തെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. നമുക്ക് ആദ്യം സ്ഥാനാർത്ഥികളിലേക്ക് പോകാം. നമുക്കൊപ്പം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അശ്വതി ഉണ്ട്, ഒപ്പം UDF സ്ഥാനാർത്ഥി ശ്രീ ദേവികയുണ്ട്. അപ്പൊ രണ്ടുപേരിലേക്ക് വരാൻ ഞാൻ ആദ്യം LDFിലേക്ക് പോവുകയാണ്. വനിതാ വാർഡാണ്, അത് തീരുമാനിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു. എന്താണ് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ കരിക്കകം വാർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ LDFന്റെ വാർഡ് തന്നെയായിരുന്നു. LDFന്റെ കൂടെ തന്നെയായിരുന്നു നമ്മുടെ ഈ വാർഡ്. അത് നമ്മൾ ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഈ വാർഡിന്റെ പാരമ്പര്യം നമ്മൾ നിലനിർത്തുക തന്നെ ചെയ്യും. ജനങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ ഒപ്പം കാണുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും മനസ്സിലൊരു ഊഹം ഉണ്ടാകുമല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളോട് പറയുന്നത്? എല്ലാ തവണയും ആളുകളോട് പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കരിക്കകത്തിന് ഏറ്റവും ആവശ്യം എന്ന് വിചാരിക്കുന്നത് എന്താണ്? കരിക്കകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളപ്പൊക്കം തന്നെയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ കണ്ടത് തന്നെയാണ്. കരിക്കകത്ത് ഈ പാർവതി പുത്തനാറും അതുപോലെ നിറഞ്ഞ് ഇവിടെ വലിയൊരു വെള്ളക്കെട്ട് തന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് ഏറ്റവും വലിയ ഉടനെ തന്നെ നമ്മളൊരു പരിഹാരം കാണും. നമ്മുടെ MLA തീർച്ചയായിട്ടും നമുക്കറിയാം. നമ്മുടെ MLA നമ്മുടെ ഈ വാർഡിൽ തന്നെ താമസിക്കുന്ന ആളാണ്. നമ്മുടെ MLAയുടെ ഒരുപാട് വികസനം നമ്മുടെ ഈ വാർഡിലുണ്ട്. തുടർന്നും MLAയുടെ സഹായത്തോടു കൂടി നമ്മൾ ഈ വാർഡിൽ ഈ വെള്ളപ്പൊക്കവും അതുപോലെ ജനങ്ങളുടെ ഏതൊരു പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തുകൊണ്ട് ഈ വെള്ളക്കെട്ടുണ്ടായി? ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ BJP കൌൺസിലറാണ് DG കുമാരൻ, അദ്ദേഹത്തോടു കൂടി ചോദിക്കാം. ഇവിടെ എപ്പോഴും നമ്മൾ ന്യൂസ് 8 തൊട്ടപ്പുറത്താണ്. അതുകൊണ്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് എപ്പോഴും ഇവിടെ ഈ വെള്ളക്കെട്ട് പ്രശ്നം നമ്മളെപ്പോഴും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതുമാണ്. ഇവിടെയുള്ള ജനങ്ങൾ നമ്മളോട് ആവർത്തിച്ച് പറയുന്നത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? LDFന്റെ പ്രതിനിധി പറഞ്ഞത് കറക്റ്റാണ്. കാരണം കഴിഞ്ഞ കുറെ നാള് LDF ആണ് ഇവിടെ ഭരിച്ചത്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് BJP ഇവിടെ പ്രതിദാനം ചെയ്യുന്നു. ഇപ്പം ഈ കഴിഞ്ഞ 5 വർഷം തന്നെ എടുത്തു നോക്കിയാൽ ഏകദേശം 12 കോടി രൂപയോളം മരാമത്ത് വർക്കുകൾ നടന്നു. അപ്പൊ അതിൽ ഏകദേശം 80% ഈ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടി മാത്രമാണ് നടന്നത്. അപ്പൊ അതാണ് പ്രധാന ശാശ്വത പരിഹാരം. പക്ഷെ ആയിട്ടില്ല, ഇപ്പോഴും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. എന്താണ് അതിനൊരു തടസ്സം എന്ന് പറയുന്നത്? ഈ ഇനി വരുന്നവർക്ക് അത് ആരായാലും അത് നമുക്ക് ഏതൊരു നഗരസഭയിൽ നിന്നായാലും സർക്കാരിൽ നിന്നായാലും ഒരു ഫണ്ട് കിട്ടുന്നതിനുള്ള ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് മാക്സിമം പൂർത്തീകരിച്ചു വരുന്നു. എങ്കിലും ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? നമുക്ക് ഇനി എത്ര തുക വേണം ഏകദേശം അത് നടപ്പിലാക്കാൻ? അതായത് നമ്മുടെ ഈ കരിക്കകം വാർഡ് എന്ന് പറയുന്നത് താരതമ്യേന താഴ്ന്ന പ്രദേശമാണ്, ചതുപ്പ് സ്ഥലങ്ങളാണ്. അതിലെല്ലാം പല ആൾക്കാരും വീടുകൾ വെച്ച് വെള്ളം പാർവതി പുത്തനാറിലോട്ട് പോവാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഒരു പ്രദേശം ഉണ്ടെങ്കിൽ അവിടെ ഒരു 5 പേര് വന്ന് വീട് വയ്ക്കും, അവിടെ വെള്ളക്കെട്ടാവും, വീണ്ടും ഫണ്ട് ഉപയോഗിക്കണം. അപ്പം ഒരു നിശ്ചിത തുകയിൽ തീരുമെന്ന് പറയുവാൻ സാധിക്കില്ല. അപ്പൊ എത്ര തുക നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. പക്ഷെ ഇനിയുള്ളവരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആരാണ് ഇനി ജയിക്കുന്നതെന്ന് അറിയില്ല. എങ്കിലും നമുക്ക് ശ്രീ ദേവിയിലേക്ക് കൂടി പോവാം. UDFന്റെ സ്ഥാനാർത്ഥിയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ, ഒപ്പം ഓൾ ദ ബെസ്റ്റ്. എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത്? കഴിഞ്ഞ പല വർഷങ്ങളായി നമുക്കിതുവരെ കരിക്കകം വാർഡ് ഭരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. സോ എന്നിൽ കൂടെ അത് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. BJP ഭരിച്ചു, LDF ഭരിച്ചു, പക്ഷെ ഇവിടെ പൂർത്തീകരിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. 2000 കടകംപള്ളി പഞ്ചായത്ത് ഏറ്റെടുക്കുമ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം വരുമെന്ന് പറഞ്ഞു. എനിക്ക് തന്നെ ഇപ്പൊ 24 വയസ്സുണ്ട്. 25 വർഷമായിട്ടും ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല. അപ്പോ അത് മാത്രമല്ല
ഈ NH ഹൈവേയുടെ അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിഗ്നൽ ഇല്ല, റെയിൽവേ ക്രോസിന് പ്രോപ്പർ ആയിട്ടതില്ല. LDF ഭരിച്ചു, BJP ഭരിച്ചു, ഇതൊന്നും നമ്മളിവിടെ കണ്ടില്ല. സോ UDF വന്നാൽ എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടെ കൊടുക്കുമെന്ന് പറയുകയാണ് എന്റെ നാട്ടുകാരോട്. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എപ്പോഴും വരുന്നത് ഈ റോഡ്, അതുപോലെ ഈ പറഞ്ഞ ഡ്രെയിനേജ് സംവിധാനം, വെള്ളം, കുടിവെള്ളം ഒക്കെയാണല്ലോ. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരോട് കൂടി ഒന്ന് ചോദിക്കാം. സ്ഥാനാർത്ഥികളിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് സ്ഥാനാർത്ഥി എന്താണ് ചെയ്യുന്നത് ദേവിക? ഞാൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ദുബായിൽ വർക്കിംഗ് ആയിരുന്നു, കറന്റ് നാട്ടിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഒരുപാട് ചെറിയ കുട്ടികൾ രംഗത്തേക്ക് വരുന്നു എന്നുള്ള സന്തോഷമല്ലേ സാറേ? പുതിയ തലമുറ വരട്ടെ. പേരും കൂടി പറഞ്ഞു. എന്റെ ഒരു സുബിൻ. പുതിയ തലമുറ വരട്ടെ. സ്ത്രീകൾ വരുമ്പോ വലിയ സന്തോഷം. സ്ത്രീകൾ വരുമ്പോ സ്ത്രീകൾക്ക് നല്ല പ്രാതിനിധ്യം കൊടുക്കല്ലേ എല്ലാ ഗവൺമെന്റും. LDF ആയാലും UDF ആയാലും നല്ല പ്രാതിനിധ്യം സ്ത്രീ ജനങ്ങളെ കൊടുക്കല്ലേ. അവര് വരട്ടെ, അവരെ കഴിവ് നമുക്ക് കാണണം. കണ്ടോ, വെല്ലുവിളിയാണ് തോന്നുന്നത്. ചെറിയ രീതിയിലാണെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട് എനിക്കൊരു അങ്ങനെ തോന്നി. കാണണം ഞങ്ങൾക്കൊന്നെന്ന് പറഞ്ഞു. എന്താ ചെയ്യുന്നത് അശ്വതി? ഞാന് 10 വർഷമായി ഞാൻ ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ അഭിഭാഷകയായി. അപ്പൊ എന്താ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ? സ്ത്രീകൾ എന്താ ചെയ്യുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പ്രസിഡന്റ് ആവാം, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാം, അതുപോലെ അപ്പൊ എല്ലാ തരത്തിലും സ്ത്രീകൾ മുന്നിട്ട് വരണമെന്നാണ് എനിക്ക് പറയുന്നത്. അതെ, എപ്പോഴും നമ്മൾ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പം ഉയർന്നു വരാറുള്ള ഒരു കാര്യം, വീട്ടിലെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും, സ്ത്രീകൾ ചെയ്യേണ്ടി വരും. പുരുഷന്മാര് ഈ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയാലും അവർക്ക് അതൊന്നും ചെയ്യേണ്ടി വരില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ സാറേ അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഇവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുക. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നു, കൂടുതൽ ആളുകൾ വരുന്നു, കൂടുതൽ വനിതാ വാർഡുകൾ വരുന്നു, സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. അത് കൂടുതലും ഇടതുപക്ഷ എന്താ പറയുക, CPM പോലുള്ള ഇടതു മുന്നണികൾ അതിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. സ്ത്രീകളെ കൂടുതൽ അല്ല മുഖ്യധാര ഞാനൊരു പാർട്ടി പ്രവർത്തകയാണ്. മുഖ്യധാരകൾ കൊണ്ടുവരാൻ വേണ്ടി മുഖ്യധാരകൾ കൊണ്ടുവരാൻ കൂടുതൽ പരിശ്രമം നടത്തുന്നുണ്ട്. ഇവിടെ 10 വർഷം മുമ്പുള്ള ഒരു വികസനം മാത്രമാണ് ഈ കരിക്ക് വാർഡിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ രാജ്യം ഏറ്റവും പട്ടിണി രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഇന്ത്യയില് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും ഒന്നാം നിർമ്മാർജ്ജനം മാറ്റിയൊരു സംസ്ഥാനമാക്കി മാറ്റിക്കഴിഞ്ഞു. അതിന് കൂടുതൽ അതോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ഏറ്റവും മുന്നണി പോരാളിയായിട്ട് നിന്ന് തന്നെ അതിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത ഒരു തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതോടൊപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജനം ഇതിനൊക്കെ വളരെയധികം പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ആര്യരാജൻ ഒരു വനിതയാണ്. ആ ഒരു നേതൃത്വത്തിൽ വളരെയധികം ഒരു മുന്നോട്ടുള്ളൊരു യാത്രയാണ് നടത്തിയത്. തീർച്ചയായിട്ടും അതിനൊന്നും നമുക്ക് ഒരു എന്താണ് എതിർപ്പുമില്ല. പക്ഷെ ചോദ്യം എന്താണെന്ന് വെച്ചാല്, നമ്മള് വീട്ടിലിപ്പോ ഒരു ദിവസം ഭർത്താവും ഭാര്യയും ഉണ്ട്, ഭാര്യ പൊതുരംഗത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഭർത്താവ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സമീപനമാണ് എന്റെ വീട്ടിലുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇന്ന് എനിക്ക് വയലപ്പള്ളിയിൽ ഒരു തന്റെ ഇടം എന്നൊരു വിഷയം ആസ്പദമാക്കിയുള്ള ഒരു അവിടെ ഒരു സെമിനാറുകൾ ഉൾപ്പെടെ തന്റേതായ ഇടം കണ്ടെത്തിയത് അതിനെക്കുറിച്ചുള്ള വളരെ അർത്ഥവത്തായ സെമിനാറുകളായിരുന്നു. അപ്പൊ അവിടെയൊക്കെ പങ്കെടുക്കാൻ എന്റെ ഹസ്ബൻഡാണ് എന്നെ മുന്നോട്ട് പോകണം എന്ന് പ്രചോദനം നൽകിയത്. അപ്പൊ അങ്ങനെ സ്ത്രീകൾ ഇവിടെ ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുകയും ഏറ്റവും കൂടുതൽ പ്രവർത്തന മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ 10 വർഷക്കാലം ഒരു പരാമർശം നടത്തിയായിരുന്നു. 10 വർഷത്തിന് മുമ്പ് വരെ ഇവിടെ വികസനം അത് വന്നിട്ടുള്ളൂ. പക്ഷേ നോട്ട് ദ പോയിന്റ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ MLA നമ്മുടെ സ്ഥലവാസി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ വളരെ പരിശ്രമത്തിന്റെ ഫലമായിട്ടുള്ള ഒരു കരിക്കം വാർഡിൽ നടന്ന വികസനം മാത്രമാണ് നടന്നിട്ടുള്ളത്. ശരി, കരിക്കം വാർഡിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാത്തവർക്ക്, നമ്മുടെ തിരുവനന്തപുരം സ്വദേശികളല്ലാത്ത പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് തത്സമയം. നമ്മുടെ ലുലു മോള് തൊട്ടടുത്താണ് അല്ലെ? ലുലു മോള് തൊട്ടടുത്താണ്, എയർപോർട്ട് തൊട്ടടുത്താണ്. അതിനിടയ്ക്കുള്ള ഒരു പ്രദേശം, നഗരപ്രദേശമാണ് കരിക്കകം എന്ന് പറയുന്നത്. ഇവിടെ APJ അബ്ദുൽ കലാം വിഭാവനം ചെയ്ത അല്ലെ വികസന പാത എന്ന് പറയുന്ന ജലപാത എന്ന് പറയുന്ന റോഡ്, അത്തരത്തിൽ വലിയ വികസനങ്ങൾ വരേണ്ട അല്ലെങ്കിൽ വലിയ ഒരു മുന്നേറ്റം വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് കരിക്കകം. ഈ സ്ത്രീകൾ കൂടുതൽ പേര് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പേരെന്താണ്? ഷീജ. എന്താണ് ഈ കരിക്കകത്തിന് എന്ത് വേണം? ഇനി എന്താണ് വേണ്ടത്?
കരിക്കകത്ത് എന്ത് വേണമെന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് വികസനമില്ലാതെ നിൽക്കുന്ന ഒരു നാടായിട്ടും ഒരു വാർഡായിട്ടും മാറിയിട്ടുണ്ട് വീണ്ടും വരുന്നു. അതെ, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, വികസനത്തിൽ മുന്നേറി പോകുന്ന ഒരു കോർപ്പറേഷനായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പോകുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ വികസനം കരിക്കകത്ത് എത്തുന്നുണ്ടോന്ന് ചോദിച്ചാൽ എത്തുന്നില്ല. 10 വർഷത്തിന് മുമ്പേ ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിപക്ഷം എന്ന നിലയിൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് എന്താ ചെയ്തത്? നിങ്ങൾ അതിനെന്താ പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ നന്നായിട്ട് ഇവിടെ എതിർക്കുന്ന ഒരു വാർഡും കൂടിയാണ്. നന്നായിട്ട് എതിർക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികസനം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ എന്ന രീതിയിൽ ജനങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് അതെ, അവിടെ നിന്ന് വരുന്ന ഫണ്ടുകളായാലും ഒത്തിരി ഫണ്ടുകൾ ഓരോ വാർഡുകളിലും അനുവദിക്കുന്നുണ്ട് കാലാകാലങ്ങളിൽ. ആ ഫണ്ടുകൾ ഇവിടെ എത്തുന്നുണ്ടോന്നും അതിന്റെ ബാക്കി ഭാഗമായ വികസനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ടോന്നും കൂടെ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ട് ഇവിടെ എത്തുന്നുണ്ടോ എന്നുള്ള വലിയ ചോദ്യം. അതിനുള്ള ഉത്തരം നമുക്ക് കേട്ടിട്ട് വരാം. ഫണ്ട് എന്ത് ചെയ്യും? തികച്ചും ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിഷേധിച്ചു. കാരണം ഇവിടെ ഒരു കൌൺസിലർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് ഒരു വാക്കുകൾ കൊണ്ടുപോലും ഒരു വോട്ടർമാരെയോ ഒരു നാട്ടുകാരെയോ ദ്രോഹിക്കാതെ വാർഡിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒന്നും നോക്കാതെ വ്യത്യസ്തമായിട്ട് എല്ലാ ആനുകൂല്യങ്ങളും കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. മറ്റ് കാലങ്ങളിലെല്ലാം അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ സഹോദരിമാര് പറഞ്ഞത് തികച്ചും തെറ്റാണ്. പൂർണ്ണമായിട്ട് നഗരസഭയുടെ ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞ ഒരു വാർഡ് കരിക്കകം വാർഡാണെന്ന് അഭിമാനത്തോടു കൂടി ഒരു കൌൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. അപ്പൊ ഓക്കെ, ഇതാ പേരെന്താണ്? കാർത്തൂന് എന്താണ് തോന്നുന്നത്? കരിക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എല്ലാ സ്ഥലത്തെയും പോലെ ഒരുപാട് പരിമിതികളും ഉണ്ട്. എന്താണ് ഏറ്റവും ആദ്യം വേണം കരിക്കകത്തിന്? ഇപ്പൊ എനിക്ക് പാർവതി പുത്തനാറ് അതെനിക്ക് നല്ലൊരു റിവറാണ്. അത് ആക്ച്വലി നമ്മള് അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇത് ഈ പറയുന്ന പാർവതി പുത്തനാറിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. പാർവതി പുത്തനാർ ഇങ്ങനെ മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ പോള നിറഞ്ഞു കിടക്കുകയാണ് ഇപ്പൊ, അല്ലെ? ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ല ഇപ്പം ഇതെല്ലാം ക്ലീൻ ആക്കി, അതേപോലെ ഇവിടെ കൂടുതലും ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുമ്പം റിവറിലോട്ടാണ് പോകുന്നത്. അപ്പം അതിന് ഒരു പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കണം. അത് ഈ ഇടയ്ക്ക് വേറൊരു വാർഡില് കോർപ്പറേഷന്റെ ഇതേ കണക്ക് ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു. റിവർ എന്തോന്നും ക്ലീൻ ചെയ്തു. അതേപോലെ ആ ഡ്രെയിനേജ് വാട്ടേഴ്സ് വന്നിട്ട് അവര് വേറെ രീതിയിൽ എന്തോ സേവ് ചെയ്ത് എന്തോ റീസൈക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു റിവറിനെ നന്നാക്കി അവിടെ ട്രാൻസ്പോർട്ടേഷനും ഫെസിലിറ്റീസും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇങ്ങോട്ട് വരണം. അത് മാത്രമല്ല ഇവിടെ എന്ന് പറയുമ്പം വേളിയിലോട്ട് പോകുന്ന ആ ഒരു റൂട്ടൊക്കെയാണ്. പണ്ടത്തെ കാലത്ത് നമ്മൾ ഹിസ്റ്ററി ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഇതെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര പണ്ടത്തെ കാലത്ത് ഭയങ്കര ട്രാൻസ്പോർട്ടേഷൻ ഏരിയ ആയിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് അലക്ക് കടവ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് പണ്ട് കാലത്തൊക്കെ ചരക്കും ഇതൊക്കെ കൊച്ചിയിലോട്ടൊക്കെ കൊണ്ടുപോകുന്നതായിട്ട് വഴിയായിരുന്നു. അപ്പം അത് ഇപ്പൊ ഇവിടെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. പക്ഷെ അത് നമുക്കിപ്പം കൂടുതലായിട്ട് യൂസ്ഫുൾ ആവണമെങ്കിൽ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ വേണം. അതിന് ആദ്യം ഈ ഒരു റിവർ ഒന്ന് സെറ്റ് ആവും. അപ്പൊ എന്തായാലും ഇത് വനിതാ വാർഡാണ്, സ്ത്രീകളാണ് ഈ പറയുന്നത്, ഒരു സ്ത്രീയാണ്. എത്രമാത്രം പ്രതീക്ഷയുണ്ട് വനിതാ വാർഡാണെന്നുള്ള ഇതിൽ? ഇവരിൽ വനിതകളിൽ എത്രത്തോളം പ്രതീക്ഷ? വനിതകളിൽ നല്ല പ്രതീക്ഷയുണ്ട്, പുരുഷന്മാരെക്കാട്ടിലും. അതെ, എന്താണ് വരുന്നത്, എങ്ങനെയാണ്? പക്ഷെ സ്ത്രീകൾ വരട്ടെ, നന്നായിട്ട് അവര് ചെയ്യുന്നുണ്ട്. അവര് ഇപ്പം നമ്മളെ ആര്യ രാജേന്ദ്രൻ മേയറാണ്. അപ്പം ഏറ്റവും നല്ല ഇവിടെ ഏറ്റവും നല്ല സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണ്ടി അവാർഡ് വാങ്ങിച്ചത് നമ്മൾ ആര്യ രാജേന്ദ്രനാണ്. അപ്പൊ അതേപോലെ സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ. അപ്പം നമുക്കും ഇതേപോലെ കുറെ പദ്ധതികൾ മുന്നോട്ട് വരട്ടെ, സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ. എനിക്കിപ്പോഴും അതിനകത്തൊരു സംശയമുള്ളത്, സ്ത്രീകൾ മുന്നോട്ട് വന്ന ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് ചോദിക്കട്ടെ. അല്ല, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ വരാം മാഡത്തിലേക്ക്. മൊത്തമായിട്ടും ഇറങ്ങി പ്രവർത്തിക്കാൻ പോവാണ് ഇനി, അല്ലെ? വീട്ടിലെ കാര്യങ്ങളെ പോലെ തന്നെ നമുക്ക് ഈ നാട്ടുകാരുടെ കാര്യങ്ങളും കൂടെ നോക്കേണ്ടി വരും. അപ്പൊ അതിനൊരു ടെൻഷൻ ഉണ്ടോ? അങ്ങനത്തെ ഒരു പിന്തുണ എത്രമാത്രമാണ്? വീട്ടിൽ ഞാൻ ഏകദേശം ഇപ്പൊ ഈ ഒരു ഇലക്ഷൻ സമയത്ത് വന്ന് കയറിയ ഒരാളല്ല. ഞാൻ തീർച്ചയായിട്ടും ഒരു 15 വർഷക്കാലമായിട്ട് DYFI എന്നാണെങ്കിലും മഹിളയാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമല്ല. കാര്യം വീട്ടില് അതിനൊരു സപ്പോർട്ടും ഉണ്ട്. വീട്ടുകാര് പോവാനും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. പ്രശ്നമേ അല്ല, 100% അല്ല. അപ്പൊ അതെന്തായാലും അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം
റോഡിന്റെ കാര്യം കൂടി നമുക്കൊന്ന് ചോദിക്കണം. നമുക്ക് ആ ചേട്ടനിലേക്ക് ഒന്ന് കൂടെ പോകാം. 2 വർഷം 2 ടൈം കൗൺസിലറായിട്ടുള്ള കൃഷിയാണ് വരൂ, വരൂ, വരൂ. സാറിന്റെ പേരെന്താണ്? ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. പേര് എന്റെ പേര് രതീന്ദ്രൻ. ഞാൻ 2000 കൗൺസിലറാണ്. 2000 കൗൺസിലറാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ VS മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നു, ഈ പാർവതി പുത്തനാർ വൃത്തിയാക്കാനും അതുപോലെ നമ്മൾ ഇവിടെ പൊഴി മുറിയും. അപ്പോൾ മാത്രമാണ് നമുക്ക് വെള്ളം പോണത്. അപ്പൊ അതിന് സ്ഥിരമായി പൊഴി മുറിച്ചിട്ട് ഒരു അഴിമുഖം സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം അന്നൊരു വലിയ പദ്ധതി കൊണ്ടുവന്നു. കുറെ എഞ്ചിനീയർമാർ അവിടെ താമസിച്ച് പദ്ധതിയൊക്കെ തയ്യാറാക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ മന്ത്രിസഭ പോയി. അതിന് പിന്നെ ബാക്കി ഫോളോ അപ്പ് ഉണ്ടായില്ല. പിന്നെ ഈ ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെ നമ്മളൊരു 30 സെന്റ് സ്ഥലം ഇതിന്റെ ബാക്കിൽ എടുത്തിട്ടുണ്ട്, ട്രെയിന് പമ്പിംഗ് സ്റ്റേഷൻ കൊണ്ടുവരാൻ. അപ്പൊ അതിന്റെയൊക്കെ പണി അത് പദ്ധതി പ്രോജക്റ്റ് ഇപ്പൊ ഇല്ല. ഇനി പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കണം. നിലവിലത് ലാപ്സായി പോയി. അതാണ് ഫണ്ടിൽ. അതെ, ഒന്നേ തുടങ്ങണം. സ്ഥലം മാത്രമേ ഉള്ളൂ. പ്രോജക്റ്റ് ഒന്നേ തയ്യാറാക്കേണ്ടിയിരിക്കണം. അപ്പൊ ഇപ്പോഴും നിലവിലുള്ള പ്രോജക്റ്റ് പറ്റൂല്ലോ. ഇപ്പൊ കാലാവധി കഴിഞ്ഞ് എത്രയെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ അതിന്റേതായ മാറ്റങ്ങളുണ്ടാവും. ഈ പാർവതി പുത്തനാറിലേക്ക് ഡ്രെയിനേജ് ഒഴുക്കുന്നു വേറെ നിവൃത്തിയില്ല. അതാണ് ഡ്രെയിനേജ് ഒഴുക്കുന്നില്ല. അതൊക്കെ മറ്റേ മഴവെള്ളം വീട്ടിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വീടുകളിലുണ്ടാവുന്ന മഴവെള്ളം അതുപോലുള്ള വേസ്റ്റ് വെള്ളമൊക്കെ വരുന്നുണ്ട്. അല്ലാതെ ഈ വൃത്തികേടാക്കുന്ന രീതിയിൽ ചെയ്യുന്നവരൊക്കെ കോർപ്പറേഷൻ പിടിക്കുന്നുണ്ട്. 2000, 5000 ഒക്കെയാണ് പഴയ അടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വലിയ ശല്യമില്ല. പക്ഷെ നമുക്കൊരു കുഴപ്പമുള്ള വെച്ചാൽ ഈ ആമഴഞ്ചാൻ തോടിയിൽ നിന്ന് എത്രയോ തവണ ഇത് വൃത്തിയാക്കിയതാണ്. ഇതിനകത്ത് തന്നെ ഒരു ബോട്ട് കൊണ്ടിട്ടിരുന്നു. അപ്പോഴപ്പോഴും ഈ പായൽ വാരി മാറ്റി കൊണ്ടുപോകുന്ന രീതി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിയുമ്പോഴത്തേ ആമഴഞ്ചാൻ തോടിയിൽ നിന്ന് ഇത് കയറ് പൊട്ടിച്ചാണ് വരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എത്ര ടെക്നോളജി ഉപയോഗിച്ചിട്ടും ഈ വാഴ ഇതിനെ കുളവാഴയെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ റോഡ് ഇടിഞ്ഞു കിടക്കുന്ന റോഡ്, അത് നമുക്ക് എന്താണ് അതിനൊരു പരിഹാരം? ഈ റോഡ് വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ പരിസരവാസികൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പുറമേ നിന്ന് ഒരാൾ വന്ന് പെട്ടെന്ന് വരികയാണെങ്കിൽ ഒരു അപകടം ഉറപ്പാണ്. ഇതുപോലെ തന്നെ അവിടെ മുമ്പ് ലോർഡ്സ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന അവിടെ ഒരു സിഗ്നൽ ഉണ്ട്. അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിഗ്നലില്ല. കണ്ടിന്യൂസ്ലി ആക്സിഡന്റ് നടക്കുന്ന ഒരു ഏരിയ ആണ്. റീസെന്റ് ഒരു 3-4 മന്ത്സ് മുമ്പേ എന്റെ പാരന്റ്സ് 2 പേർക്കും ഒരുപോലെ ആക്സിഡന്റ് പറ്റി. 2 പേരും 1 മാസത്തോളം ICUലായിരുന്നു. ഒരു 4-5-6 മാസം. അതുകൊണ്ടാണ് എനിക്ക് നിർത്തി വരേണ്ടി വന്നത്. ഓരോ അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ അവരുടെ ഫാമിലികൾ എല്ലാവരും അഫക്റ്റഡ് ആവുകയാണ്. എന്തുകൊണ്ട് BJPയും LDFും ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രോപ്പർ സിഗ്നലോ റോഡ് നിർമ്മാർജ്ജനമോ ഈ 25 വർഷത്തിന്റെ കണക്ക് ഞാൻ പറഞ്ഞു. 25 വർഷം എന്ന് പറയുന്നത് ലോങ് സ്പാനാണ്. അപ്പോൾ ഈ എന്തുകൊണ്ട് പാർവതി പുത്തനാർ ശരിയാക്കിയില്ല? അപ്പൊ എനിക്ക് ആസ് എ ഒരു യങ് ജനറേഷൻ എന്നൊരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. റീസെന്റ് എനിക്ക് ഇതെന്റെ സിസ്റ്ററാണ്. പുള്ളിക്കാരിയുടെ മോളെ കൊണ്ട് വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം റോഡ് ഫുള്ള് കുണ്ടും കുഴിയാണ്. എങ്ങാനും മോള് വീണാൽ കൗൺസിലർ എന്തെങ്കിലും ചെയ്യോ? ഒന്നും ചെയ്യില്ല. അപ്പോൾ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ എന്തായാലും ചെയ്യും. പാർട്ടിയിൽ എന്തായാലും അഴിമതി ഫണ്ട് വരുന്നത്, ഫണ്ട് നികത്തുന്നത്, ആ പരിപാടി ഒന്നും ഉണ്ടായിരിക്കില്ല. കാരണം ഐ എം എ ന്യൂ ജേൺ പേഴ്സൺ. സോ ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. ന്യൂ ജനറേഷൻ പൊളിക്കും ഇത്തവണ എന്നാണ് പറയുന്നത്. ഇത് പുതിയ അമ്മയാകാൻ പോവാണ്. നമ്മളെ ഹൈവേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കളഞ്ഞിട്ട് പോയതാണ്. പിണറായി സർക്കാർ വന്നാണ് ഇപ്പൊ ഈ കണ്ടീഷനാക്കിയത്. പക്ഷെ സിഗ്നൽ വേണം തുറന്നൊരു ആവശ്യമാണ്. പക്ഷെ ഹൈവേ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്ക് ഒരുപാട്. നമുക്കിപ്പോ ഈ ഹൈവേ കൂടെ പോകുമ്പോ തന്നെ ലുക്ക് ലൈക്ക് ബാംഗ്ലൂർ സിറ്റി പോലെയാണ് ട്രിവാൻഡ്രം നമ്മുടെ ഹൈവേ ഉള്ളത്. ഞാൻ ഹൈവേ മോശമെന്നല്ല പറഞ്ഞത്. നമുക്ക് അവിടെ ഒരു സിഗ്നൽ അത്യാവശ്യമാണ്. ഒരു സിഗ്നൽ അത്യാവശ്യമാണ്. വഴക്കിടാതിരുന്ന ഞാൻ അങ്ങോട്ട് വരാം. അവിടെ ഇതൊരു പുതിയൊരു അമ്മ. ഞാൻ വരാം ചേട്ടാ. ചേട്ടാ ഇങ്ങോട്ട് വാ, സംസാരിക്കാം, നമുക്ക് വരൂ. അതായത് അപ്പൊ പുതിയതായിട്ട് പ്രതീക്ഷകളായിട്ട് ഒരാൾ വരാനിരിക്കുവാണ് അല്ലെ? ഇങ്ങോട്ട് എന്താണ്? അനിയത്തി വരുന്നു, വനിതാ വാർഡ്. ഇതൊന്ന് കേൾക്കാം നമുക്ക്. എന്റെ പേര് രേഷ്മ. ഞാൻ RYF ജില്ലാ കമ്മിറ്റി അംഗമാണ്. എനിക്ക് 10 വർഷം മുമ്പ് മരിച്ചവരും ഇപ്പം മരിച്ചവരും എനിക്ക് അവരിൽ പരാതിയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പം നമ്മുടെ കൗൺസിലർ പറഞ്ഞ പോലെ ഇത് ചതുപ്പ് നിലമാണ്. അപ്പൊ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 2 പാർട്ടിക്കാരെയും കുറ്റം പറയാൻ ഇതാക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ പ്രവർത്തനം ഇവിടെ ചെയ്ത ആളാണ്. അപ്പം അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നല്ലൊരു കൈയടി കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ. ഒരാള് പറയാണ് നന്നായി പുള്ളി നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്, അതിലുപരി എന്ത് ചെയ്യാൻ പറ്റും? അതിലുപരി ഇപ്പം 2 പാർട്ടിക്കാരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവിടെ ഒന്നും നടക്കാനില്ല. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് എന്തിവിടെ ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ എന്റെ അനിയത്തി 24 വയസ്സേ ആയുള്ളൂ. അപ്പം അവർക്ക് കുറെ പുതിയ ഐഡിയാസ് ഉണ്ട്. അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ഉറപ്പ്. ഐഡിയാസ് എന്തിലാണ് പുതിയ ഐഡിയാസ് ഉള്ളത്? നമുക്ക് എല്ലാ ഭാഗത്തും ഉണ്ടോ? അതോ എല്ലാ ഭാഗത്തും ഉണ്ട്. നമുക്ക്
പല കാര്യങ്ങളിലും മുന്നിട്ട് എന്തൊക്കെ എവിടെയാണ് കുറവെന്ന് അറിഞ്ഞ് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. നമുക്ക് ഇവിടെ ഈ വാർഡിലുള്ള 2 സ്കൂളുകളാണ്. ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്, അല്ലാതെ ഒരു CBSE സ്കൂളുണ്ട്. ആ സ്കൂളിലെ ക്ലാസുകൾ, അതിന്റെ സ്കൂളിന്റെ പുനരധിവാസം, അങ്ങനെ പല കാര്യങ്ങളിലോട്ട് നോക്കി ഇറങ്ങാനുണ്ട്. പിന്നെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കരിക്കാൻ വാർഡ് അറിയപ്പെടുന്നത് ഈ പാർവതി പുത്തനാന്റെ. ഇതൊരു കുട്ടി പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ വേ ആണ്. ഒരിക്കൽ മാത്രം ഒരു 2 മാസം വൃത്തിയാക്കി പിന്നെ ഒരു 2 വർഷം നോക്കാതിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇതൊക്കെ എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. എല്ലാ ഒരു തരത്തിലും ശാശ്വത പരിഹാരം എങ്ങനെയെന്ന് ഉറ്റുനോക്കും. എന്താണ് ഇവിടെ ഒരാളുണ്ട്, പേര് പറയും. എന്റെ പേര് അനിതചന്ദ്രൻ. എന്താണ് കരിക്കകത്തിന് വേണ്ടത്? കരിക്കകത്തിന് വേണ്ടത് ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷനാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അപ്പുറത്തെ നേരെ എതിർ സൈഡിൽ റെയിൽവേ ക്രോസ് ആണ്. അപ്പൊ റെയിൽവേ ക്രോസ് വഴി നമുക്ക് ആളുകൾക്ക് കടക്കാം അങ്ങോട്ട് പോകാനും ബസ്സിൽ സഞ്ചരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുമല്ല ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് ഇപ്പൊ 2 ട്രാക്കാണ് ഉള്ളത്. ആ ട്രാക്കിൽ കൂടെ ആളുകൾക്ക് കടന്നു പോകുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിപ്പോ ഈ കരിക്കത്ത് ഒരു ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യമാണ്. മേൽപ്പാലം വേണമെന്നാണോ പറയുന്നത്? മേൽപ്പാലം വേണം. മേൽപ്പാലം വേണം. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നതായിരുന്നു? നിലവില് നമ്മള് മേൽപ്പാലവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ അതിന്റെ ഇൻസ്പെക്ഷനൊക്കെ വേണ്ടിയൊക്കെ ആൾക്കാർ വന്ന സമയത്ത്, ഉദ്യോഗസ്ഥർ വന്ന സമയത്ത് ഈ പറയുന്ന പ്രദേശത്ത് ഒരു അക്വസേഷൻ, അതായത് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അക്വസേഷൻ നിലനിൽക്കുന്നതിനാൽ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് സർക്കാരിൽ നിന്ന് ഒരു അഭിപ്രായം കിട്ടി. അത് പറ്റില്ല. അല്ല, ഇതിന് അക്വസേഷന് ശേഷം അപ്പോഴത്തെ സ്ഥിതി വച്ച് ചെയ്തു തരാമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഉൾപ്പെടെ ഉറപ്പു തന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ UDFന്റെ കാൻഡിഡേറ്റ് പറഞ്ഞത് നമ്മുടെ ഈ കരിക്കം വാർഡിൽ ഏത് സ്ഥലത്താണ് ഇങ്ങനെ കുണ്ടും കുഴിയിലും വണ്ടി ഓടുന്നത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് കൌൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം. ഈ റോഡിന്റെ കാര്യമാണോ പറഞ്ഞത്? കരിക്കം സ്കൂളിന്റെ മുമ്പോട്ട് പോകുമ്പോഴേ ഒരു വഴിയുണ്ട്. അത് റീസെന്റ് ഞാൻ നോട്ടീസ് രണ്ടാമത് 2 സ്കൂളുണ്ടെന്ന് പറഞ്ഞു. അതില് കരിക്കം സ്കൂൾ ഗവൺമെന്റ് സ്കൂളാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും കൂടുതൽ പദ്ധതി അവിടെ നടപ്പിലാക്കിയ ഒരു സ്കൂളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞ് അനുജത്തി സ്കൂളിന്റെ മുൻവശം അല്ലെങ്കിൽ അകത്ത് കയറി കണ്ടു കാണൂല. 10 സ്മാർട്ട് ക്ലാസുകൾ ഈ സ്കൂൾ ഈ സ്കൂളിൽ വന്നിട്ടില്ല. 10 സ്മാർട്ട് ക്ലാസുകൾ തന്നെ ഉണ്ട്. ബാക്കിയെല്ലാം നല്ല രീതിയിൽ നല്ല ഓഡിറ്റോറിയം, നല്ല ചെയ്തിട്ടില്ല. ഇതുവരെ എന്തുണ്ടായി, ഇതിന് മേലിൽ എന്ത് ചെയ്യാൻ പറ്റും, അതെന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുമെന്നാണ്. അല്ല, നമ്മുടെ സഹോദരിമാർക്ക് ഒരു സംശയമുണ്ട്. ഏത് ഫണ്ടിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞുതരാം. പ്രധാന കവാടം നഗരസഭ നടപ്പിലാക്കിയത്. നിക്കണം സ്കൂളുമായിട്ട് ബന്ധം. മറുപടി പറയാം. നമുക്ക് ചോദ്യം ചോദിക്കട്ടെ, പറയും. ആരാണ് പറയുന്നത്? ക്ലാസ് റൂമുകള് ഹൈടെക് ക്ലാസ് റൂമുകളാക്കിയത് ഈ LDF ഗവൺമെന്റാണ്. ഈ 9 വർഷക്കാലം കൊണ്ട് ആരോഗ്യ മേഖലയായാലും പിന്നെ വിദ്യാഭ്യാസ മേഖലയായാലും ലൈഫ് പദ്ധതിയിലൂടെ എത്ര വീടുകളാണ് കൊടുത്തത്? ഒരു ദിവസം 14 വീട് വെച്ചാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേട്ടമാണ്. ശരി, അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട അവതാരയ്ക്ക് തന്നെ അറിയാൻ സാധിക്കും, സ്മാർട്ട് സിറ്റി പദ്ധതി ആരുടെ പദ്ധതിയാണ്, ആരുടെ ഫണ്ടാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി ഉപയോഗിച്ചാണ് ആ സ്കൂളുകൾ, ക്ലാസുകൾ നവീകരിച്ചത്. എന്തായാലും നവീകരണം നടന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം, അല്ലെ? അതാണല്ലോ ഒരു നാടിന് വേണ്ടത്. 10 ക്ലാസ് റൂമുകൾ 10 ക്ലാസ് റൂമുകൾ അത് MLA ഫണ്ട് ഉപയോഗിച്ച് റോഡ് പുതിയ ബിൽഡിംഗ് കെട്ടുന്നുണ്ട് ഇവിടെ. ബിൽഡിംഗ് കെട്ടും. അതിനകത്ത് ഇവർക്കൊന്നും ഒരു തർക്കമൊന്നുമില്ല, ആരാണ് എന്നുള്ളതിലെ തർക്കമുള്ളൂ. പക്ഷെ അവര് പറയുന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് നവീകരണം നടന്നിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? തീർച്ചയായിട്ടും വലിയ നവീകരണമാണ് ഈ സ്കൂളിനെ സംബന്ധിച്ച് നടന്നിട്ടുള്ളത്. അതില് ഏതൊരു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കളിക്കളം MLA കളിക്കളം കുറച്ച് സ്കൂളുകളിൽ കളിക്കളം അനുവദിച്ചായിരുന്നു. അതിലും ഈ സ്കൂളുണ്ട്. ഓക്കെ, അപ്പൊ സ്കൂളിനെ സംബന്ധിച്ച് പരാതിയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എന്തോ പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ചെയ്യണം കേട്ടോ. ദേവിക ചെയ്യും. കളിക്കാനുള്ള സ്റ്റേഡിയം ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ശരി, വരൂ. മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ സ്ത്രീകൾ. വരൂ, പേര് പറഞ്ഞോ. ഭരണകൂടാരം നമ്മുടെ അടുത്ത സ്കൂളിലാണ്, ആനേറ സ്കൂളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ചോദിക്കട്ടെ, പേരെന്താണ്? ദീപ്തി. ദീപ്തി പറയൂ, എന്താണ് ഒരു ഇവിടത്തെ ഒരു വീട്ടമ്മയാണോ? വീട്ടമ്മയാണോ? വീട്ടമ്മമാരുടെ ശബ്ദമാണ് നമ്മൾ ഉയർന്നു കേൾക്കേണ്ടത്. വനിതാ വാർഡാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇത്തവണത്തെ? ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇത്രയും നാൾ നമ്മളെ കൗൺസിലർ നല്ല രീതിയിലാണ്, എന്റെ പേഴ്സണൽ ഇതിൽ വെച്ച് നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് എല്ലാം, എന്ത് സംഭവം ഉണ്ടെങ്കിലും നമുക്ക് ഏത് രാത്രിയിലും
പറയാൻ പറ്റും നമ്മളെ കൗൺസിലറിന്റെ കൂടെ. പിന്നെ ഒരു തൊഴിലുറപ്പ് കൺവീനറാണ് ഞാൻ. ആദ്യമായിട്ടാണ് നമ്മളെ വാർഡിൽ ഒരു തൊഴിലുറപ്പ് കൊണ്ടുവന്ന് നമ്മളെ കൗൺസിലറാണ് മുന്നിട്ട് നിന്ന് നമുക്കത് ചെയ്തു തന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു പരാതി എനിക്ക് കേട്ടില്ല. അതുകൊണ്ട് എനിക്ക് നല്ല അഭിപ്രായമാണ് നമ്മളെ കൗൺസിലറിനെ പറ്റി. ഇനി വരുന്ന ആൾക്കാർ ഇതേപോലെ നമുക്ക് നിന്ന് തരണമെന്നാണ് എന്റെ അഭിപ്രായം. അതാണ് എപ്പോഴും ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൗൺസിലറിനെയാണ് ആളുകൾക്ക് ആവശ്യം. ഏത് രാത്രിയും നമുക്ക് അത് അവിടെ പ്രചരണം കൊടുമ്പിരി കൊള്ളുകയാണ് സുഹൃത്തുക്കളെ. തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് അശ്വതിക്ക് അതിന് കഴിയുമെന്നുള്ളതിന് പൂർണ്ണ വിശ്വാസമുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് പൂർണ്ണ വിശ്വാസം. ദേവികയ്ക്ക് കഴിയില്ലേ? ദേവിക എന്തുകൊണ്ട് കഴിയാത്തത്? എന്തുകൊണ്ട് കഴിയാത്തത്? നമ്മുടെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ബിജെപിയുടെ നമ്മുടെ ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് സ്ഥാനാർത്ഥി നിർണയം ഇന്നോ നാളെയോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 67 കാൻഡിഡേറ്റിനെ നിശ്ചയിച്ചു. വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയോ ബാക്കി കാൻഡിഡേറ്റിനെ കൂടെ നിശ്ചയിക്കും. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൌൺസിലർ എന്നുള്ള നിലയ്ക്ക് ആർക്കാണ് എന്താണ് പരാതി ഈ നിൽക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിലും സൂചിപ്പിക്കാം. ആ പരാതി ചങ്കൂറ്റമാണ് കേട്ടോ. ആർക്ക് പരാതി ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ വാ, വെളിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. കടന്നു വരൂ, വാ. അതാ വരുന്നത് രണ്ടുപേരും അവരോട് സംസാരിച്ചിട്ട് വരണം. പറയും എന്താണ് ഇവിടെ പറഞ്ഞതിൽ ഒന്ന് രണ്ട്. എന്റെ പേര് ശ്യാം, കരിക്കാം ശ്യാം. ഓക്കെ. അപ്പോ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചതിൽ മറുപടി പറയാതിരിക്കാൻ സാധിക്കും. കാര്യം ഒന്ന് വിദ്യാഭ്യാസ മേഖല, രണ്ട് ആരോഗ്യ മേഖല. ഞാൻ ഈ കരിക്ക സ്കൂളിലാണ് പഠിച്ചത്. ഈ കരിക്ക സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 1200 വിദ്യാർത്ഥികളുണ്ട്. ഇന്ന് ആ സ്കൂളിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം. ഇവര് പറയുന്നു അവിടെ AC റൂമുണ്ട്, ക്ലാസ്സുകളുണ്ട്, മറ്റ് ഗ്രൗണ്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഈ വിദ്യാർത്ഥികളോട് പോയി പറയട്ടെ, ഈ കേരളം ഭരിക്കുന്ന സർക്കാരല്ലേ അതിന് മറുപടി പറയേണ്ടത്, കൌൺസിലറിലല്ലല്ലോ പറയേണ്ടത്. രണ്ട് ടേണേ ആയുള്ളൂ BJP കൌൺസിലർമാർ ഇവിടെ വന്നു തുടങ്ങി. അതിനു മുന്നേ എത്രയോ വർഷമായി CPM-ന്റെ വാർഡായിരുന്നു. ഇതിന് മറുപടി പറയേണ്ടത് അവരാ. ഈ കുട്ടികൾ പൊഴിഞ്ഞു പോയത് എന്തുകൊണ്ടാണ് ആ സ്കൂളിന് ആ സൗകര്യങ്ങളില്ല, വിദ്യാഭ്യാസം കൊടുക്കുന്ന ടീച്ചർമാരുടെ ഇല്ലായ്മ, ഇതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് നമ്മുടെ തിരുവനന്തപുരം സിറ്റി എടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളുകൾ എന്ത് ഗംഭീരമായി നടത്തുന്നു ഇല്ലേ? മാനേജ്മെന്റാണ് അതിന്റെ അതോറിറ്റി. പക്ഷേ ഇവിടെ സർക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അത് എങ്ങനെ നടത്തണമെന്നോ അത് എങ്ങനെയാണ് നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. അതിന് ഗ്രാഹ്യമുള്ള ആരും ഇല്ലെന്നാണ് പറയുന്നത്. എന്താ പറയാനുള്ളത്? വേഗം, എനിക്ക് 5 മിനിറ്റേ ഉള്ളൂ. സ്കൂളിലെ കുട്ടികൾ കൊഴിഞ്ഞു പോയെന്ന് അദ്ദേഹം പരാതി പറയണം. ഞാൻ എന്റെ മക്കൾ അവിടെയാണ് പഠിപ്പിച്ചത്. 1300 കുട്ടികളുണ്ട്. പക്ഷെ ഇവരെയൊക്കെ മക്കൾ ആരെങ്കിലും ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ആരുടെങ്കിലും മക്കളുണ്ടോ ഗവൺമെന്റ് സ്കൂളിൽ? ഇല്ല, ആരുടെ മക്കളില്ല. അപ്പൊ ഇവിടെ പറയാം, റോഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. വെൺപാലവട്ടം റോഡ്, ശിവാനന്ദ റോഡില് ഈ 10 വർഷക്കാലം കൊണ്ട് ഒരു വികസനം അവിടെ നടന്നിട്ടില്ല. MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വലിയൊരു റോഡും ഓടയും മാത്രമാണ് വന്നിട്ടുള്ളത്. അതിലാണ് ഞങ്ങൾ ഇപ്പോൾ പോവുകയും വരികയും ചെയ്യുന്നത്. ആ റോഡിനെ കുറിച്ച്, ശിവാനന്ദ റോഡിനെ കുറിച്ച് പറയുമ്പോൾ ആ പ്രിയ സഹോദരിക്ക് തന്നെ അതിന്റെ വാസ്തവം സത്യമായിട്ട് അറിയാം. തിരുവനന്തപുരം നഗരസഭയിലെ കരാറുകാർക്ക് പൈസ കൊടുക്കാത്തത് കാരണം കരാറുകാരൻ എടുത്ത കരാറുകാരൻ ജോലി ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഏകദേശം എന്റെ ഈ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു 35 ലക്ഷം രൂപ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അവസ്ഥ എന്താണെന്ന് പ്രിയ സഹോദരിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം എന്താ ഇത് ഉണ്ടയില്ല വെടി വയ്ക്കുകയാണ്. ഉണ്ടയില്ല വെടിയാണെന്നാണ് പറയുന്നത്. വാസ്തവമായി ഞങ്ങൾ ഉണ്ടയില്ല വെടി വെക്കാറില്ല. വാസ്തവമായ കാര്യങ്ങൾ ജനങ്ങൾ ബോധിപ്പിക്കുക, അത്രയും മാത്രമേ. ചേട്ടൻ ചിരിയോട് ചിരി. ചേട്ടാ എന്താണ് കരിക്കകത്തിന് വേണ്ടത്? വേഗം പറഞ്ഞോളൂ, സമയം കുറവാണ്. കരിക്കകത്ത് 10 വർഷമായിട്ട് 10 വർഷത്തിന് മുമ്പ് നടന്നതിനേക്കാളും വലിയ വികസന പ്രവർത്തനം രണ്ട് കൌൺസിലർമാരുടെ ഭാഗത്തു നിന്നും നന്നായിട്ടുള്ള വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പരിപൂർണമായ അംഗീകാരം ആദ്യത്തെ കൌൺസിലർ 5 വർഷം പ്രവർത്തിച്ചതുകൊണ്ട് രണ്ടാമത് 5 വർഷം വീണ്ടും നൽകിയിരിക്കുകയാണ്. 10 വർഷത്തെ പ്രവർത്തനം കൊണ്ട് കൃത്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ സാധ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കൌൺസിലർമാരാണ്. നേരത്തെ സഹോദരി ഒരു വീട്ടമ്മ പറയുകയുണ്ടായി, ഏത് സമയത്ത് ഈ കൌൺസിലറെ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അവൈലബിൾ ആണ് എല്ലാ കാര്യത്തിലും. അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും സങ്കടത്തിലും എല്ലാം 100%. അതിന്റെ വൈൻഡപ്പ് അങ്ങനെയാണ്. 100% ഇത്തവണ പിടിക്കില്ല. 100% പിടിക്കില്ല. തിരുവനന്തപുരം 10 വർഷം കൊണ്ട് ഈ നാടിന്റെ മുരടിപ്പാണ് കാണുന്നത്. അത് എന്തായാലും ഈ വർഷം ഇവിടെ ചെങ്കൊടി പാറിക്കും. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ തരത്തിലുള്ള
ഇന്ത്യയിൽ മാതൃകയായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പൊ ഒരു മെട്രോ സിറ്റിയാണ് നമ്മുടെ ഇവിടത്തെ തിരുവനന്തപുരം ജില്ലക്കാര് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായിട്ടുള്ള കരിക്കകം വാർഡ് CPM പിടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ചേട്ടാ അതിനിടയ്ക്ക് ഒരു ഡയലോഗ് പറഞ്ഞു, എന്തായിരുന്നു? ചെങ്കോടി റെയിൽവേ സ്റ്റേഷനിൽ പോലും ഇപ്പൊ കാണാൻ പറ്റില്ല, അവിടെയും മറ്റേ LED ലൈറ്റ് ആക്കിയെന്നാണ്. അയ്യോ, അപ്പൊ എന്തായാലും ഇവിടെ അത് മാറുമോ എന്നുള്ളതാണ്. അവരെല്ലായിടത്തും പേരുകൾ മാറ്റയല്ലേ. ഇപ്പൊ എല്ലാ പഴയ മരിച്ചുപോയ ആരും അറിയാത്ത പേരുകളൊക്കെ കൊണ്ടുവരികയാണ്. നിലവിൽ നല്ല മാന്യന്മാരായ ആളുകളെ പേരുകളൊക്കെ മാറ്റുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ ബോധ്യം വന്നത്. ചെങ്കോടിയെ ലോകം മുഴുവനുണ്ട്. ഇവരെ കൊടിയെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ 5 വർഷത്തിനും മുമ്പേയും ഈ 5 വർഷവും നമ്മുടെ കൌൺസിലർമാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഒരു വലിയൊരു റിസൾട്ട് നമ്മുടെ കരിക്കകത്തെ ജനത ഈ വരുന്ന 9-ാം തീയതി, അതായത് ഡിസംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധിയെ തന്നെ തിരുവനന്തപുരം നഗരസഭയിലേക്ക്. ശരി, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് UDFന്റെ ഒരു പ്രതികരണം കൂടെ. ഇതുവരെ നമുക്ക് ഇവിടെ ഭരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. 2 പാർട്ടിയും നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 പാർട്ടികളുടെ ഭരണം അവർ കണ്ടു കഴിഞ്ഞു. ഇനി UDFന്റെ ഭരണം എല്ലാ ഗവൺമെന്റ് 5 വർഷം കൂടുമ്പോൾ വോട്ട് വെച്ചിരിക്കാൻ നമുക്ക് മാറ്റി ചിന്തിക്കാനുള്ള ഒരു സമയമാണ്. മാറ്റി ചിന്തിപ്പിക്കണം. ഇവരാൾ കഴിയാത്തത് കുറച്ച് മുന്നേറി എന്നെ കൊണ്ട് UDFനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ശരി, എന്തായാലും നാട്ടിലെ വോട്ട് മുമ്പുള്ള ഒരു UDF ഭരണം ജനങ്ങൾ കണ്ട് മടുത്ത് എന്തായാലും കാണില്ല. അതുകൊണ്ട് 10 വർഷക്കാലം ഇവിടെ ജനങ്ങൾക്ക് അബദ്ധം പറ്റി. 2 പ്രാവശ്യം അബദ്ധം പറ്റി. ഇപ്രാവശ്യം അങ്ങനെ അബദ്ധം പറ്റത്തില്ല. അപ്പൊ എന്തായാലും 3 മുന്നണികൾക്കും പറയാൻ ഇവിടെ ഏറെയുണ്ട്. നാട്ടിലെ വോട്ടിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാണ്. മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാം. നമസ്കാരം.